സുഡ സുഡ ഇഡലി ഇതാ പുതിയ ഷോപ്പ് തുറന്നിരിക്കുന്നു. സോ നമ്മളിതാ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ വിശാലമായ ഒരു ചെറിയ ഷോപ്പ് തന്നെയാണ് കേട്ടോ അവിടെ. പക്ഷേ നല്ല ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല തിരക്ക് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അധികം തിരക്കില്ലായിരുന്നു, പക്ഷേ നമ്മൾ ചെന്ന് തുടങ്ങിയപ്പോൾ കൂടുതൽ തിരക്കായി. സോ എന്തായാലും നല്ല വൃത്തിയും നല്ല ക്ലീനായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വെങ്കി ബ്രോ, പുള്ളിയുടെയാണ് ഈ കടയെന്ന് പറയുന്നത്. എന്തായാലും അകത്തൊക്കെ നല്ല സൂപ്പർ ഡെക്കറേഷൻ ആയിരുന്നു. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഓർഡർ ആക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം എന്താ സാധനം കൈ കിട്ടി. ലാവ ഇഡലിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു സോയ ദോശയും നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ഗീ പൊടി ഇഡലിയും പറഞ്ഞായിരുന്നു. സോ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗീ പൊടി ബട്ടർ ഇഡലി അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ 3 എണ്ണമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. സോ അങ്ങനെ സാധനങ്ങളൊക്കെ എത്തി. നമ്മൾ ഈ ലാവേരെ ഇത് നമ്മൾ എന്താ പറയുക, മറ്റേ ഐസ്ക്രീമിൽ ഉണ്ടാക്കുമല്ലോ, അതേപോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. അതിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് താഴോട്ടാക്കുമ്പോൾ സാധനം ഇങ്ങനെ ഇതാകും കേട്ടോ. മറ്റേ പണ്ടത്തെ ഐസ്ക്രീം ഉണ്ടായിരുന്നല്ലോ, അതേപോലെയാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് സോയയുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സോയ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ സോയ ഓർഡർ ചെയ്തത്. സോ എന്തായാലും ഉള്ളിയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചുവന്ന ചട്നിയും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഗീ കണ്ടില്ലേ, ഇതിൻ്റെ ഗീയും പൊടിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾവേസ് അവർ ബെസ്റ്റ് ആണല്ലോ. സോ എന്തായാലും നല്ല വിപുലമായിട്ടാണ് അവർ ഈ കടകളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ആദ്യമേ ഇഡ്ഡലിയും ദോശയും എല്ലാം കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തായാലും വെറൈറ്റിയാണ് കേട്ടോ. പണ്ട് നമ്മൾ അവരുടെ ചെറിയ ഷോപ്പിലായിരുന്ന സമയത്ത് നോക്കിയതിനേയും കാട്ടി ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ അവിടെ നിന്ന് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോയ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ സോയയും ഇഡ്ഡലിയും പിന്നെ ഈ പറഞ്ഞ ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറച്ച് ടേസ്റ്റിയും ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അവിടെ ഒക്കെ പോകുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട്